നമസ്തേ. മാസപ്പടി കേസിൽ അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയെ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്കും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിലേക്കും നീളുന്നത്. കോഴിക്കോട് 9 കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനയ്ക്ക് പിന്നാലെ ഇഡി പുറത്തുവിട്ട വിവരങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഹവാല ചാനലുകളിലൂടെ പണം കൈമാറിയെന്നതിന് തെളിവുകൾ ലഭിച്ചതായാണ് അന്വേഷണ ഏജൻസി പറഞ്ഞിരിക്കുന്നത്. പിടിച്ചെടുത്ത രേഖകളിൽ 20 കോടിയിലേറെ രൂപയുടെ ഇടപാടുകളുടെ വിവരങ്ങളുണ്ടെന്നും ഏകദേശം 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയതിന്റെ രേഖകൾ കണ്ടെത്തിയെന്നും ഇഡി പറയുന്നു. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: മാസപ്പടി കേസെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ അന്വേഷണം എങ്ങനെയാണ് ഇത്ര വലിയ സാമ്പത്തിക ശൃംഖലയിലേക്ക് എത്തിയത്? ഇഡിയുടെ കണ്ടെത്തലുകൾ പ്രകാരം വീണയുടെ കൈപ്പടയിൽ സൂക്ഷിച്ചിരുന്ന രേഖകളിലാണ് വ്യക്തികളുടെ പേരുകളും കൈകാര്യം ചെയ്ത തുകയും ചെലവഴിച്ച തുകയും ദുബായിലേക്ക് മാറ്റിയ പണത്തിന്റെ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ രൂപയ്ക്കൊപ്പം UAE ദിർഹത്തിലും ഇടപാടുകൾ രേഖപ്പെടുത്തിയിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിശദീകരണം. ഈ രേഖകളിൽ ഏകദേശം 3.49 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയതിന്റെ വിവരങ്ങൾ ഉണ്ടെന്നും ഇഡി വ്യക്തമാക്കുന്നു. ഇതോടെ അന്വേഷണം മറ്റൊരു നിർണായക ചോദ്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ പണം ദുബായിലേക്ക് അയച്ചത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, ഏതു മാർഗത്തിലൂടെയാണ് പണം കൈമാറിയത്? ഇടപാടിന് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? വിദേശത്തേക്കുള്ള പണമിടപാടിൽ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നതും ഇഡി പരിശോധിക്കുകയാണ്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കവും ഇതിന്റെ ഭാഗമാണ്. ഇതിലൊന്നും അവസാനിക്കുന്നില്ല അന്വേഷണം. വീണയുടെ കൈവശമുണ്ടായിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളിൽ മറ്റൊരാളുടെ പേരിൽ എടുത്ത സിം കാർഡിന്റെ ചിത്രവും കണ്ടെത്തിയതായി ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. വൈഫൈ റൂട്ടറിനായി ഉപയോഗിച്ചിരുന്ന സിം ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് അന്വേഷണ ഏജൻസിയുടെ സംശയം. മറ്റൊരാളുടെ പേരിലുള്ള സിം എന്തിനാണ് ഉപയോഗിച്ചത് എന്നതും ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഈ സിം കാർഡിന്റെ ഉടമസ്ഥതയും കേസിൽ ശ്രദ്ധേയമാകുകയാണ്. റിയാസുമായി അടുത്ത ബന്ധമുള്ള നന്ദുലാലിന്റെ പേരിലാണ് സിം എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. വീണയുടെയും റിയാസിന്റെയും ആവശ്യപ്രകാരമാണ് സിം എടുത്തതെന്ന് നന്ദുലാൽ മൊഴി നൽകിയതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഇക്കാര്യം അന്വേഷണത്തിൽ എന്ത് പ്രാധാന്യം നേടും എന്നതാണ് ഇനി വ്യക്തമാകേണ്ടത്. എന്നാൽ ഇതോടെ വീണയുടെ വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് അന്വേഷണം റിയാസിന്റെ അടുത്ത ബന്ധങ്ങളിലേക്കും വ്യാപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കോഴിക്കോട്ടെ പരിശോധന അതുകൊണ്ടുതന്നെ സാധാരണ പരിശോധനയായി കാണാനാകില്ല. വീണയുടെ രേഖകളിൽ പേരുകൾ കണ്ടെത്തിയ വ്യക്തികളെയും അവരുടെ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചായിരുന്നു പുതിയ പരിശോധനകൾ. മുഹമ്മദ് റിയാസുമായും അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് പ്രധാനമായും പരിശോധന നടന്നത്. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും ബന്ധപ്പെട്ടവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതായും ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും വർദ്ധിക്കുന്നത്. മാസപ്പടി കേസിന്റെ അന്വേഷണം ആദ്യം വീണ വിജയൻ, എക്സാലോജിക്, CMRL എന്നിവയെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ വ്യാപ്തി അതിനപ്പുറത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. വീണയുടെ കൈപ്പടയിലുള്ള രേഖകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ദുബായ് ഇടപാടുകൾ, മറ്റൊരാളുടെ പേരിലുള്ള സിം, റിയാസുമായി ബന്ധമുള്ള വ്യക്തികൾ, ഓരോ കണ്ണിയും മറ്റൊരു കണ്ണിയുമായി ബന്ധിപ്പിച്ചാണ് അന്വേഷണ ഏജൻസി മുന്നോട്ടു പോകുന്നത്. ഇഡിയുടെ ഭാഷയിൽ തന്നെ പറയുമ്പോൾ വീണയുടെ അറിയാവുന്ന വരുമാന സ്രോതസ്സുകളേക്കാൾ കൂടുതലായ തുക അവർ കൈകാര്യം ചെയ്തതിന്റെ സൂചനകൾ രേഖകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൈയെഴുത്ത് കണക്കുകളിലുള്ള തുകകൾ CMRL നിന്ന് ലഭിച്ച പണത്തിന് പുറമെയാണെന്നും അന്വേഷണ ഏജൻസി അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു കമ്പനിക്ക് ലഭിച്ച മാസപ്പണത്തിന്റെ അന്വേഷണം മാത്രമല്ലെന്ന സൂചനയാണ് ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ നൽകുന്നത്. ഇതോടെ മറ്റൊരു രാഷ്ട്രീയ ചോദ്യം കൂടി ഉയരുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ മുൻ പരിശോധനയിൽ എന്താണ് കണ്ടെത്തിയത്? അന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇപ്പോഴത്തെ ഇഡി അവകാശപ്പെടുന്ന കണ്ടെത്തലുകളും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതെങ്കിൽ അന്നത്തെ പരിശോധനയുടെ യഥാർത്ഥ പ്രാധാന്യം എന്തായിരുന്നു? ഇഡി നേരത്തെ നടത്തിയ പരിശോധനകളിൽ വീണയുടെ കൈപ്പടയിലുള്ള ഡയറിയും മറ്റു രേഖകളും ലഭിച്ചതായി വ്യക്തമാക്കിയിരുന്നു. അതിലെ പേരുകളും തുകകളും ദുബായ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരിശോധിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പുതിയ പരിശോധനകൾ കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും മുമ്പ് പിടിച്ചെടുത്ത രേഖകൾ പുതിയ അന്വേഷണത്തിന്റെ വഴികാട്ടിയായി മാറുന്നുവെന്നതാണ് ഇപ്പോഴത്തെ ചിത്രം. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള അന്വേഷണത്തിന്റെ നിർണായക ഘട്ടമാണോ ഇപ്പോഴത്തേത് എന്നതും ശ്രദ്ധേയമാണ്. നിയമപരമായ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് ഇഡി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ പരിശോധനകളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നുണ്ട്. ഇഡി പുറത്തുവിട്ട വിവരങ്ങൾ ഗുരുതര ആരോപണങ്ങളാണ്. എന്നാൽ അന്വേഷണം പൂർത്തിയാകുകയും കോടതിയിൽ തെളിയുകയും ചെയ്യുന്നവരെ അവ ആരോപണങ്ങളും.
അന്വേഷണത്തിലെ കണ്ടെത്തലുകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ യഥാർത്ഥ നിയമപരമായ പ്രത്യാഘാതം എന്താണെന്ന് വരും ദിവസങ്ങളിലെ അന്വേഷണവും കോടതിയിലെ നടപടികളും തീരുമാനിക്കും. എങ്കിലും രാഷ്ട്രീയമായി ചിത്രം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു. മാസപ്പടി കേസ് ഒരു കമ്പനിയും ഒരു സ്വകാര്യ സ്ഥാപനവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. പകരം കോടികളുടെ ഇടപാടുകൾ, ദുബായ് ബന്ധം, ഹവാലയുടെ സാധ്യത, ഡിജിറ്റൽ തെളിവുകൾ, മറ്റൊരാളുടെ പേരിലുള്ള സിം, റിയാസുമായി അടുപ്പമുള്ള വ്യക്തികളിലേക്കുള്ള അന്വേഷണം, ഇതെല്ലാം ചേർന്ന് കേസിന്റെ പരിധി കൂടുതൽ വിശാലമാക്കിയിരിക്കുകയാണ്. ഇനി നിർണായകമാകുന്നത് ഒരു കാര്യമാണ്: ഈ പണത്തിന്റെ ഉറവിടം എന്താണ്? ലക്ഷ്യസ്ഥാനം എവിടെയാണ്? ഇടപാടുകൾക്ക് പിന്നിൽ ആരൊക്കെയാണ്? വീണയുടെ റിയാസിന്റെയും പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത്. ഇഡിയുടെ പുതിയ കണ്ടെത്തലുകൾ ശരിവെക്കുകയാണെങ്കിൽ മാസപ്പടി കേസ് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടതിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. ആരോപണങ്ങൾ രാഷ്ട്രീയ ആയുധങ്ങളായി മാത്രം തുടരാതെ രേഖകളും ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളും കോടതിയിൽ പരിശോധിക്കപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് കേസ് നീങ്ങുന്നത്. എക്സാലോജിക് കേസിൽ വീണ വിജയനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഇഡി പത്രക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറക്കുകയാണ്. ഇഡിയുടെ നടപടികൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സാധാരണ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കാറില്ലാത്ത രീതിയിൽ ഇഡിയുടെ പത്രക്കുറിപ്പിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന നിലയിൽ വീണ വിജയനെ പ്രത്യേകം പരാമർശിച്ചതാണ് CPM പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തിക്കെതിരായ അന്വേഷണത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകാനുള്ള ശ്രമമാണ് ഇതെന്നാണ് പാർട്ടി ആരോപിക്കുന്നത്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം CPMന്റെ മുൻനിര നേതാക്കളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നേതൃത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ പോരാട്ടത്തിനൊപ്പം ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് പാർട്ടിയുടെ നീക്കം. എക്സാലോജിക് വിഷയത്തെ പാർട്ടിയുടെ നേരിട്ടുള്ള പരിഗണനാ വിഷയമാക്കി മാറ്റേണ്ടതില്ലെന്ന നിലപാടിലായിരിക്കും CPM. എന്നാൽ കേസുകളുടെ മറവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പാർട്ടി നേതൃത്വത്തെയും സംസ്ഥാന ഭരണത്തെയും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് രാഷ്ട്രീയമായി സ്ഥാപിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് CPM പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചനകൾക്കിടെയാണ് പാർട്ടി ജനകീയ ബോധവൽക്കരണത്തിലൂടെ പ്രതിരോധം ശക്തമാക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വീണയുടെ ഭർത്താവുമായ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ അടക്കം ചോദ്യം ചെയ്യാൻ ഇഡി ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ CPM കൂടുതൽ തന്ത്രപരമായ പ്രതിരോധത്തിനാണ് രൂപം നൽകുന്നത്. എന്തായാലും റിയാസിനെ ചോദ്യം ചെയ്തു. ഇതിന്റെ ആദ്യഘട്ടമായി കോഴിക്കോട് വൻ പൊതുയോഗം സംഘടിപ്പിക്കുകയാണ് പാർട്ടി. നേതാക്കളെ വേട്ടയാടാനുള്ള രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. അടിപൊളി. ഇഡിയുടെ നടപടികൾക്ക് പിന്നിലെ രാഷ്ട്രീയ സാഹചര്യം പാർട്ടി അണികൾക്കും പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാനാണ് നേതൃത്വം ഒരുങ്ങുന്നത്. അപ്പം വീണ വിജയന് തൂക്കുകയർ ഉറപ്പ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് നടന്ന ഇഡി റെയ്ഡുകളിൽ പാർട്ടിക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന വിമർശനവും CPMനുള്ളിൽ ശക്തമാണ്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ P നിഖിലിന്റെ വീട്ടിലടക്കം ഇഡി നടത്തിയ റെയ്ഡിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കഴിഞ്ഞില്ലെന്നാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം. പ്രതിഷേധ പ്രകടനങ്ങളിൽ പ്രതീക്ഷിച്ച പങ്കാളിത്തം ഉണ്ടായില്ലെന്നും കോഴിക്കോട് നഗരപരിധിയിലെ പല പാർട്ടി ഘടകങ്ങളും പ്രകടനങ്ങളോട് സജീവമായി പ്രതികരിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ വിശദീകരണ യോഗം ഒരു സാധാരണ രാഷ്ട്രീയ യോഗമായി മാത്രം കാണാനാകില്ല. പാർട്ടി അണികളിലും പൊതുസമൂഹത്തിലും കേസിനെക്കുറിച്ചും പ്രതിരോധത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തത ഉണ്ടാക്കുകയാണ് പ്രധാന ലക്ഷ്യം. കേസ് കേവലം ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ എതിരായ അന്വേഷണം മാത്രമല്ലെന്നും CPMന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവതരിപ്പിക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. ഇഡിയുടെ നടപടിക്രമത്തെയും CPM ചോദ്യം ചെയ്യുന്നുണ്ട്. സാധാരണയായി തെളിവുകൾ ശേഖരിക്കുന്ന അന്വേഷണ ഘട്ടങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അന്വേഷണ ഏജൻസികൾ ചെയ്യാറുള്ളത്. എന്നാൽ റെയ്ഡിനു പിന്നാലെ വ്യക്തികളെ കേന്ദ്രീകരിച്ച് വിശദമായ പത്രക്കുറിപ്പ് പുറത്തിറക്കിയത് രാഷ്ട്രീയമായി ശ്രദ്ധേയമാണെന്നാണ് CPM വിലയിരുത്തൽ. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ പേര് പരസ്യ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയത് വാർത്താ പ്രാധാന്യവും രാഷ്ട്രീയ ചൂടും വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് CPM ആരോപിക്കുന്നത്. കേസിലേക്ക് CPMന്റെ മുൻനിര നേതാക്കളുടെ പേരുകൾ കൂടി വലിച്ചിഴച്ച് അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള കരുനീക്കമാണ് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്നും നേതൃത്വം സംശയിക്കുന്നുണ്ട്. അതേസമയം കേസിനെ നിയമപരമായി നേരിടുന്നതിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോകില്ല. എന്നാൽ അതിനൊപ്പം തന്നെ വിഷയം രാഷ്ട്രീയമായി ജനമധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗത്തിനെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കാനുമാണ് തീരുമാനം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കമായാണ് സംഭവങ്ങളെ CPM ചിത്രീകരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും വിഷയം സജീവമായി ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രതിരോധത്തിൽ വീഴ്ച വരുത്തിയാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. അതിനാലാണ് സ്വന്തം രാഷ്ട്രീയ തട്ടകമായ കോഴിക്കോട്ട് നിന്ന് തന്നെ പരസ്യമായ പ്രതിരോധ പ്രചാരണങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇഡിയുടെ നീക്കങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അന്വേഷണം കൂടുതൽ നേതാക്കളിലേക്ക് വ്യാപിക്കുകയോ തുടർ നടപടികൾ ഉണ്ടാവുകയോ ചെയ്താൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനും ആവശ്യമെങ്കിൽ തെരുവിലിറങ്ങാനും തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതായത്
അതായത് എക്സാലോജി കേസിനെ ഇനി നിയമ പോരാട്ടത്തിൽ മാത്രം ഒതുക്കാനല്ല CPM ശ്രമിക്കുന്നത്. അന്വേഷണ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന ആഖ്യാനം ജനങ്ങളിലേക്ക് എത്തിച്ച് അതിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. ഇനി ചോദ്യം ഒന്ന് മാത്രം, EDയുടെ അന്വേഷണം എവിടെയെത്തും? കൂടുതൽ നേതാക്കളിലേക്ക് നീളുമോ, അതോ നിയമ നടപടികൾക്കൊപ്പം ശക്തമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കോ കേരള രാഷ്ട്രീയം കടക്കുക? കോഴിക്കോട് നടക്കുന്ന CPMന്റെ വിശദീകരണ യോഗത്തോടെ അതിനുള്ള മറുപടിയുടെ ആദ്യ സൂചനകൾ പുറത്തുവരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്താവനകളല്ല, രേഖകൾ എന്താണ് പറയുന്നത്, പണത്തിന്റെ വഴി എവിടേക്കാണ് പോയത്, അന്വേഷണത്തിൽ അടുത്തതായി ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ ഇനി കാത്തിരിക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്താവനകളല്ല, രേഖകൾ എന്താണ് പറയുന്നത്, പണത്തിന്റെ വഴി എവിടേക്കാണ് പോയത്, അന്വേഷണത്തിൽ അടുത്തതായി ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ്. മാസപ്പടി കേസിന്റെ യഥാർത്ഥ ചിത്രം ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തത്വമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.